കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. എൻ്റെ പേര് ഹരി. തൃശ്ശൂരിലെ ഒരു പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുകയാണ് ഞാൻ. സംഭവം നടക്കുന്നത് ഒരു ഒക്ടോബർ മാസത്തിലാണ്. തുലാമഴ തകർത്ത് പെയ്യുന്ന സമയം. അന്ന് ഓഫീസിൽ ഓഡിറ്റിങ്ങിൻ്റെ തിരക്കുകളായതുകൊണ്ട് വർക്ക് തീർത്തിറങ്ങിയപ്പോൾ തന്നെ രാത്രി 11:30 കഴിഞ്ഞിരുന്നു. നാട്ടിലെനിക്ക് അത്യാവശ്യമായി എത്തിയേ തീരൂ. പിറ്റേന്ന് രാവിലെ എൻ്റെ പെങ്ങളുടെ വിവാഹ നിശ്ചയമാണ്. എന്താ സംഭവിച്ചാലും നാട്ടിലെത്തണം. അവസാനത്തെ ബസ്സും പോയിട്ടുണ്ടാകും. ഇനി ആകെയുള്ള ആശ്രയം ഷൊർണൂർ വഴി പോകുന്ന മംഗളൂരു എക്സ്പ്രസ് ആണ്. അത് പിടിക്കണമെങ്കിൽ എൻ്റെ ഓഫീസിൽ നിന്നും കുറച്ച് ദൂരം മാറി കാട് പിടിച്ചു കിടക്കുന്ന ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. പകൽ പോലും ആളുകൾ അധികം വരാത്ത ഒരു സ്റ്റേഷൻ. സാധാരണ അവിടെ ലോക്കൽ പാസഞ്ചർ വണ്ടികൾ മാത്രമേ നിർത്താറുള്ളൂ. പക്ഷേ എന്തോ ട്രാക്ക് അറ്റകുറ്റപ്പണികൾ കാരണം മംഗളൂരു എക്സ്പ്രസ് അവിടെ കുറച്ചു നേരം നിർത്തുമെന്ന് എനിക്ക് വിവരം കിട്ടിയിരുന്നു. ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴയുണ്ട്. ഒരുപാട് നേരം കൈ കാണിച്ചിട്ടാണ് ഒരു ഓട്ടോ കിട്ടിയത്. ഡ്രൈവർ ഒരു പ്രായമുള്ള ചേട്ടനായിരുന്നു. ഞാൻ സ്ഥലം പറഞ്ഞപ്പോൾ പുള്ളിയുടെ മുഖത്തൊരു മടിയുണ്ടായിരുന്നു. സാറേ, ഈ പാതിരാത്രി ആ സ്റ്റേഷനിൽ ആരും ഉണ്ടാകില്ല. വല്ല പാമ്പും പഴുതാരയും ഒക്കെ കാണും. മാത്രവുമല്ല, അവിടേക്ക് പോകുന്ന വഴിയിൽ മുഴുവൻ റബ്ബർ തോട്ടമാണ്. വെളിച്ചം പോലുമില്ല. അയാൾ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ എനിക്ക് പോയേ തീരൂ എന്നുള്ളത് കൊണ്ട് കുറച്ച് പൈസ കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അയാളെ സമ്മതിപ്പിച്ചു. ഓട്ടോ മുന്നോട്ട് പോകുന്തോറും മഴയുടെ ശക്തി കൂടിക്കൊണ്ടിരുന്നു. ടാർപ്പായിട്ട ഓട്ടോയുടെ വശങ്ങളിലൂടെ തണുത്ത വെള്ളം എൻ്റെ ദേഹത്തേക്ക് തെറിക്കുന്നുണ്ടായിരുന്നു. നഗരത്തിൻ്റെ വെളിച്ചം പിന്നിലായി മറിഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഇരുവശവും വലിയ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഇടുങ്ങിയ റോഡാണ്. ഓട്ടോയുടെ ഹെഡ്ലൈറ്റിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ കാറ്റിൽ ആടിയുലയുന്ന മരച്ചില്ലകൾ എന്തോ ഭീകരരൂപികളെപ്പോലെ എനിക്ക് തോന്നി. അരമണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഓട്ടോ ആ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ വന്നു നിന്നു. പൈസ കൊടുത്ത് ഞാൻ പുറത്തിറങ്ങി. സാറ് സൂക്ഷിച്ചു നിന്നോ, വണ്ടി വരാൻ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ ചേട്ടൻ വണ്ടി തിരിച്ചു പോയി. ഓട്ടോയുടെ ചുവന്ന ടെയിൽ ലൈറ്റ് ഇരുട്ടിൽ മറയുന്നതും നോക്കി ഞാൻ അവിടെ നിന്നു. പെട്ടെന്ന് വല്ലാതൊരു ഒറ്റപ്പെടൽ എന്നെ പൊതിഞ്ഞു. ചുറ്റും കനത്ത ഇരുട്ടാണ്. മഴയുടെ ഇരമ്പലല്ലാതെ മറ്റൊരു ശബ്ദവും അവിടെ കേൾക്കാനില്ല. ഞാൻ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് നടന്നു. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതതുപോലെയുള്ള ഒരു പഴയ കെട്ടിടം. അതിൻ്റെ മേൽക്കൂരയിലെ ഓടുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അവിടെ ആകെ ഉണ്ടായിരുന്നത് ഒരു ടിക്കറ്റ് കൗണ്ടർ മാത്രമാണ്. അതിനുള്ളിൽ മങ്ങിയ ഒരു മഞ്ഞ ബൾബ് കത്തുന്നുണ്ട്. കൗണ്ടറിലെ ചില്ലിനുള്ളിലൂടെ ഞാൻ നോക്കി. കഴുത്തിലൊരു മങ്കി ക്യാപ്പുമിട്ട് ഒരു കട്ടിയുള്ള കമ്പിളിപ്പുതപ്പം പുതച്ച് പ്രായമുള്ള ഒരു റെയിൽവേ ജീവനക്കാരൻ അവിടെ കസാരയിൽ ഉറക്കം തൂങ്ങുന്നുണ്ട്. ഞാൻ ടിക്കറ്റ് ചോദിച്ചപ്പോൾ അയാൾ വല്ലാത്തൊരു നോട്ടം നോക്കി. മംഗളൂരു എക്സ്പ്രസ് 2 മണിക്കൂർ ലേറ്റാണ്. അങ്ങോട്ട് 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയിരുന്നു. അയാൾ ഒരു വിധത്തിൽ പറഞ്ഞു തീർത്തു. 2 മണിക്കൂർ ലേറ്റോ? എൻ്റെ ഉള്ളൊന്ന് കാളി. സമയം ഇപ്പോൾ തന്നെ 12:30 കഴിഞ്ഞു. ഇനി ഈ ഏകാന്തതയിൽ 2.5 മണിക്കൂർ ഞാൻ കാത്തിരിക്കണം. എൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കി. സിഗ്നൽ തീരെയില്ല. ഒരു ഫോൺ കോൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു. അവിടെ ആകെ ഉണ്ടായിരുന്നത് ഒരു പഴയ ഇരുമ്പ് തൂണിൽ കെട്ടിവെച്ച ഒരു ട്യൂബ് ലൈറ്റ് മാത്രമാണ്. അത് തന്നെ ഇടയ്ക്കിടെ മിന്നിയണയുന്നുണ്ട്. 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണമെങ്കിൽ ഒരു പഴയ ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങണം. ഞാൻ ആ ഇരുമ്പ് പടവുകൾ കയറാൻ തുടങ്ങി. തുരുമ്പിച്ച ആ പടവുകളിൽ എൻ്റെ ഷൂസ് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ആ നിശബ്ദതയിൽ വലിയൊരു മാറ്റൊലിയായി കേൾക്കാം. പാലത്തിൻ്റെ മുകളിലെത്തി താഴേക്ക് നോക്കിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നി. നനഞ്ഞു കിടക്കുന്ന റെയിൽവേ ട്രാക്കുകൾ ഇരുട്ടിൽ നീണ്ടു കിടക്കുന്ന വലിയ കറുത്ത പാമ്പുകളെപ്പോലെ തോന്നിപ്പിച്ചു. ദൂരെ എവിടെയോ ഇരുട്ടിൽ നിന്നും ഒരു ചെന്നായ ഓരിയിടുന്ന ശബ്ദം കേട്ടു. മഴക്കാറ്റ് എൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. കുടയുണ്ടായിട്ടും ഞാൻ പകുതി നനഞ്ഞിരുന്നു. വേഗത്തിൽ പടവുകൾ ഇറങ്ങി ഞാൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി. അവിടെ സ്ഥിതി 1ാമത്തെ പ്ലാറ്റ്ഫോമിനേക്കാൾ ഭീകരമായിരുന്നു. നീണ്ടു കിടക്കുന്ന പ്ലാറ്റ്ഫോം. അതിൻ്റെ ഒരറ്റത്തായി പഴയ തകര ഷീറ്റ് മേഞ്ഞ ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡ്. അവിടെ ഒരു ബെഞ്ച് മാത്രം. വെളിച്ചം തീരെയില്ലെന്ന് തന്നെ പറയാം. ദൂരെ നിന്നും വരുന്ന കാറ്റ് ആ തകര ഷീറ്റിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദം ആരുടെയോ കരച്ചിൽ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ പതിയെ ആ ഷെഡിന് കീഴിലുള്ള ഇരുമ്പ് ബെഞ്ചിൽ പോയിരുന്നു. മഴയുടെ തണുപ്പ് എൻ്റെ അസ്ഥികളിലേക്ക് അരിച്ചിറങ്ങുന്നത് പോലെ തോന്നി. ചുറ്റും കൂരിരുട്ട്.
മഴയുടെ ഹുങ്കാരം വല്ലാത്തൊരു ഭയം എൻ്റെ നെഞ്ചെടുപ്പ് കൂട്ടി തുടങ്ങിയിരുന്നു. ഇനിയുള്ള 2 മണിക്കൂർ ഈ നരകത്തിൽ എങ്ങനെ കഴിച്ചുകൂട്ടുമെന്നോർത്ത് ഞാൻ എൻ്റെ നനഞ്ഞ ജാക്കറ്റ് ഒന്നുകൂടി വലിച്ചു മുറുക്കിയിരുന്നു. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. എൻ്റെ വലതുവശത്ത് ആ നീളൻ ബെഞ്ചിൻ്റെ മറ്റേ അറ്റത്ത് ഇരുട്ടിൽ ഒരാളിരിക്കുന്നു. ഞാൻ വരുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അയാൾ എവിടുന്ന് വന്നു? എൻ്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കുറച്ച് നിമിഷം മുൻപ് ഞാൻ ആ ഓവർ ബ്രിഡ്ജ് ഇറങ്ങി ഈ വെയിറ്റിംഗ് ഷെഡിലേക്ക് കയറുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നതല്ല. അതെനിക്ക് 100% ഉറപ്പാണ്. ആ ഇരുമ്പ് ബെഞ്ച് പൂർണ്ണമായും ശൂന്യമായിരുന്നു. പിന്നെ ഈ മനുഷ്യൻ എവിടെ നിന്ന് വന്നു? അയാൾക്ക് വരാൻ വേറെ വഴികളൊന്നും അവിടെയില്ല. ഒന്നുകിൽ ഞാൻ വന്ന അതേ വഴിയിലൂടെ വരണം, അല്ലെങ്കിൽ ട്രാക്ക് മുറിച്ച് കടന്ന് വരണം. പക്ഷേ യാതൊരു കാൽപെരുമാറ്റവും ഞാൻ കേട്ടിരുന്നില്ല. ഒരു നിഴൽ പോലെ അയാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ തൊണ്ട വരളാൻ തുടങ്ങി. ചുറ്റും ഇരുട്ടാണ്. മഴയുടെ ഇരുമ്പൽ കാതുകളെ തുളച്ചു കയറുന്നുണ്ട്. ഞാൻ പതിയെ എൻ്റെ ഇരിപ്പിടത്തിലൊന്നിറങ്ങി അയാളെ ശ്രദ്ധിക്കാൻ ശ്രമിച്ചു. പഴയ കറുപ്പ് നിറത്തിലുള്ള ഒരു നീളൻ റെയിൻകോട്ടാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. തലവഴിയെ ആ കോട്ടിൻ്റെ തൊപ്പി ഇട്ടിട്ടുണ്ട്. മുഖം വ്യക്തമല്ല. ആ ഇരുട്ടിലേക്ക് നോക്കി യാതൊരു അനക്കവുമില്ലാതെ ഒരു കൽപ്രതിമ പോലെ ഇരിക്കുകയാണ് ആ രൂപം. എൻ്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി തുടങ്ങിയിരുന്നു. പേടികൊണ്ട് എൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാമെന്ന് കരുതിയാൽ പോലും പ്ലാറ്റ്ഫോമിൽ ഈ ഷെഡിലല്ലാതെ വേറെ എങ്ങും മേൽക്കൂരയില്ല. മഴയാണെങ്കിൽ പെയ്തു തിമിർക്കുകയാണ്. ഏയ്, ഞാൻ വെറുതെ പേടിക്കുകയാണ്. ഇത്രയ്ക്ക് മഴയല്ലേ? ട്രെയിൻ കാത്തു നിൽക്കുന്ന വേറെ ഏതെങ്കിലും യാത്രക്കാരനായിരിക്കും. ഞാൻ എൻ്റെ ചിന്തകളിൽ മുഴുകിയിരുന്നപ്പോൾ ഇരുട്ടിലൂടെ അയാൾ നടന്നു വന്നത് ഞാൻ അറിയാതെ പോയതാകും എന്ന് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ മനസ്സ് അത് പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്തോ ഒരു പന്തികേട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആ മനുഷ്യനിരിക്കുന്ന രീതി, അയാളുടെ അനക്കമില്ലായ്മ. ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുമോ? ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് വെറുതെ സ്ക്രീൻ ഓൺ ചെയ്തു. അതിലെ വെളിച്ചത്തിൽ എൻ്റെ ചുറ്റുപാടുമൊന്ന് കാണാൻ വേണ്ടിയായിരുന്നു അത്. സമയം നോക്കിയപ്പോൾ 1:30 അപ്പോഴാണ് ആ ഇരുട്ടിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. എൻ്റെ വലതുവശത്തു നിന്നും വളരെ പതുക്കെയുള്ള ഒരുതരം പരുക്കനും എന്നാൽ യാതൊരു വികാരവുമില്ലാത്തതായ ശബ്ദം. വണ്ടിയൊക്കെ ഇപ്പോൾ എപ്പോഴും ലേറ്റാണല്ലേ? ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിത്തിരിഞ്ഞാണ് നോക്കിയത്. എൻ്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീഴാൻ പോയി. ഞാൻ ഒരു വിധത്തിൽ പിടിച്ചു. ശ്വാസം നേരെയാക്കാൻ ഞാൻ പാടുപെട്ടു. അതെ, ഞാൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അയാൾ വീണ്ടും പഴയതുപോലെ നിശബ്ദനായി. ഞാൻ പറഞ്ഞത് അയാൾ കേട്ടോ എന്ന് പോലും സംശയമാണ്. പെട്ടെന്ന് പ്ലാറ്റ്ഫോമിലൂടെ ഒരു തണുത്ത കാറ്റ് വീശിയടിച്ചു. ആ കാറ്റിൽ വല്ലാത്തൊരു ഗന്ധം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. അതെന്താണെന്ന് കൃത്യമായി പറയാൻ എനിക്കറിയില്ല. ഒരുപാട് കാലം അടച്ചിട്ട വായുസഞ്ചാരമില്ലാത്ത ഒരു പഴയ മുറി തുറക്കുമ്പോൾ വരുന്ന ആ പഴയ മണം, അതോടൊപ്പം നനഞ്ഞ മണ്ണിൻ്റെയും പിന്നെ വല്ലാതെ തുരുമ്പിച്ച ഇരുമ്പിൻ്റെയും ഒക്കെ കലർന്ന ഒരു രൂക്ഷഗന്ധം. എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ഞാൻ എൻ്റെ ജാക്കറ്റിൻ്റെ കോളർ ഉയർത്തി മൂക്കിലേക്ക് ചേർത്ത് പിടിച്ചു. കുറച്ച് നിമിഷങ്ങളുടെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ വീണ്ടും സംസാരിച്ചു. ഒരു തീപ്പട്ടിയുണ്ടോ എടുക്കാൻ? അയാളുടെ മുഖം ഇപ്പോഴും എന്നിലേക്ക് തിരിഞ്ഞിട്ടില്ല. മുന്നിലെ ഇരുട്ടിലേക്ക് നോക്കി തന്നെയാണ് അയാൾ സംസാരിക്കുന്നത്. എനിക്ക് ഈ സ്ഥലത്തു നിന്നും എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. പക്ഷേ എങ്ങോട്ടോടാൻ? എനിക്ക് സിഗരറ്റ് വലിക്കുന്ന ശീലമുള്ളത് കൊണ്ട് കയ്യിലെപ്പോഴും ഒരു ലൈറ്റർ ഉണ്ടാകാറുണ്ട്. ഞാൻ പോക്കറ്റിൽ തപ്പി ആ ലൈറ്റർ എടുത്തു. തീപ്പട്ടിയില്ല, ലൈറ്ററുണ്ട്, ഞാൻ പറഞ്ഞു. അയാൾ പതിയെ എൻ്റെ നേരെ തിരിഞ്ഞു. ഇരുട്ടായതുകൊണ്ട് മുഖം എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. അയാൾ തൻ്റെ വലം കൈ എൻ്റെ നേരെ നീട്ടി. ആ മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ ആ കൈകൾ കണ്ടു. വല്ലാതെ വെളുറി വെളുത്ത വിരലുകൾ, തൊലി ചുക്കിച്ചൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ ആ ലൈറ്റർ അയാൾക്ക് നേരെ നീട്ടി. ലൈറ്റർ വാങ്ങുന്നതിനിടയിൽ അബദ്ധത്തിൽ അയാളുടെ വിരലുകൾ എൻ്റെ കയ്യിലൊന്നുരസി. ആ നിമിഷം എൻ്റെ ദേഹത്ത് കൂടി ഒരു മിന്നൽ കടന്നു പോയതുപോലെ തോന്നി. ഐസ് കട്ടയേക്കാൾ തണുപ്പായിരുന്നു ആ വിരലുകൾക്ക്. അക്ഷരാർത്ഥത്തിൽ ജീവനില്ലാത്ത ഒരു ശരീരത്തിൻ്റെ തണുപ്പ്. മഴ നനഞ്ഞതുകൊണ്ടാകും ഇത്ര തണുപ്പെന്ന് ഞാൻ വെറുതെ ചിന്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ തണുപ്പൊരു മനുഷ്യ ശരീരത്തിലുണ്ടാകാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു.
എൻ്റെ കൈയുടെ ആ ഭാഗം പെട്ടെന്ന് മരവിച്ചതുപോലെ എനിക്ക് തോന്നി. അയാൾ ആ ലൈറ്റർ വാങ്ങി ഒരു ബീഡി കത്തിച്ചു. ആ തീനാളത്തിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ ഞാൻ അയാളുടെ മുഖം ഒരു നിമിഷം കണ്ടു. കുഴിഞ്ഞ കണ്ണുകളും അല്പം പോലും രക്തയോട്ടമില്ലാത്ത മുഖവും. അയാളുടെ നോട്ടം എന്നിലേക്കായിരുന്നു. ആ കണ്ണുകളിൽ എന്തോ ഒരു ശൂന്യതയുണ്ടായിരുന്നു. ബീഡിക്ക് തീ കൊളുത്തിയ ശേഷം അയാൾ എന്നെ നോക്കിയൊന്ന് ചിരിച്ചതുപോലെ തോന്നി. വളരെ വിചിത്രമായ ഒരു ചിരി. എൻ്റെ രക്തം തണുത്തുറയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഇനിയുള്ള ഓരോ നിമിഷവും ആ ബെഞ്ചിൽ അയാളുടെ കൂടെ ഇരിക്കുന്നത് അപകടമാണെന്ന് എൻ്റെ മനസ്സ് ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. അയാളുടെ ആ ചിരി കണ്ടതും ഞാൻ ശരിക്കും മരവിച്ചു പോയി. അവിടെ നിന്ന് എഴുന്നേറ്റ് ഒറ്റയോട്ടം വെച്ചാലോ എന്നെൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ കാലുകൾ എനിക്ക് അനക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം ആ മങ്ങിയ വെളിച്ചത്തിൽ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ നോക്കുന്നത് എങ്ങോട്ടും എത്താത്ത ഒരു വലിയ ഇരുട്ടിലേക്കാണെന്നാണ്. അയാൾ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ ലൈറ്റർ തിരികെ തന്നു. ആ ലൈറ്ററിനും വല്ലാത്തൊരു തണുപ്പ് പിടിച്ചിരുന്നു. അയാൾ ആ ബീഡി ആഞ്ഞു വലിച്ചു. അതിൽ നിന്നുള്ള പുക കാറ്റിലൂടെ എൻ്റെ മുഖത്തേക്കാണ് വന്നത്. സാധാരണ ബീഡിയുടെ മണമായിരുന്നില്ല അതിന്. ഈ ചത്ത മൃഗങ്ങളെയൊക്കെ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്നും മറ്റോ വരുന്ന അതുപോലെയുള്ള വല്ലാത്തൊരു അഴുകിയ ഗന്ധം. എനിക്ക് ശരിക്കും ഓക്കാനം വരുന്നുണ്ടായിരുന്നു. ഞാൻ ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു വെച്ചു. എൻ്റെ നെഞ്ചിടിപ്പിപ്പോൾ പുറത്തേക്ക് കേൾക്കാവുന്ന അത്രയും ഉച്ചത്തിലായിട്ടുണ്ട്. എൻ്റെ മോൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴും ആ ശബ്ദത്തിലൊരു മാറ്റവുമില്ല. യാതൊരു വികാരവുമില്ലാത്ത, എന്നാൽ ഒരുപാട് ദൂരം നിന്നും കേൾക്കുന്നത് പോലെയുള്ള ശബ്ദം. അവൾക്ക് ഇരുട്ട് വലിയ പേടിയാ. ഞാൻ ചെല്ലാതെ അവൾ ഉറങ്ങില്ല. എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ചേട്ടൻ്റെ വീടെവിടെയാ എന്ന് ഞാൻ ചോദിക്കാൻ വായ തുറന്നതാണ്. പക്ഷേ എൻ്റെ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നില്ല. എൻ്റെ ചുണ്ടുകൾ പേടികൊണ്ട് വിറയ്ക്കുകയായിരുന്നു. മഴയാണെങ്കിൽ യാതൊരു ശമനവുമില്ലാതെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് വെട്ടിത്തിളങ്ങുന്ന മിന്നലിൻ്റെ വെളിച്ചത്തിൽ ട്രാക്കിലെ വെള്ളം ഒഴുകിപ്പോകുന്നതും അതിനപ്പുറത്തെ കാടും കാണാം. പെട്ടെന്നാണ് പ്ലാറ്റ്ഫോമിൻ്റെ അറ്റത്തു നിന്നും ഒരു അനക്കം ഞാൻ കേട്ടത്. ഒരു തെരുവ് നായ മഴയത്ത് നനഞ്ഞൊട്ടി കുരച്ചുകൊണ്ട് അത് ഞങ്ങളിരിക്കുന്ന ആ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഓടി വരികയാണ്. മഴ നനയാതിരിക്കാൻ എവിടെയെങ്കിലും കയറി നിൽക്കാൻ വരുന്നതാകും. അത് അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. ഈ രാത്രിയിൽ ഈ മനുഷ്യനെ കൂടാതെ വേറെ ഒരു ജീവൻ കൂടി അവിടെയുണ്ടല്ലോ. പക്ഷേ ആ ആശ്വാസം അധികം നീണ്ടു നിന്നില്ല. ഷെഡിൻ്റെ പടവുകൾ കയറാൻ വന്ന ആ നായ പെട്ടെന്ന് അവിടെ നിന്നു. അതിൻ്റെ നോട്ടം എൻ്റെ അടുത്തുള്ള ആ ആളിലേക്കായിരുന്നു. നായയുടെ വാല് 2 കാലുകൾക്കിടയിലേക്ക് ചുരുണ്ടു. അതിൻ്റെ ശരീരമാകെ വിറയ്ക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. എന്നെ നോക്കാനോ കുരയ്ക്കാനോ അത് ശ്രമിച്ചില്ല. പകരം ആ രൂപത്തെ നോക്കി വല്ലാത്തൊരു ശബ്ദത്തിൽ അത് മോങ്ങാൻ തുടങ്ങി. കൂടിയ വേദന അനുഭവിക്കുന്ന ജീവികൾ കരയുന്നത് പോലെയുള്ള ഒരു ശബ്ദം. അതിൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടത് വല്ലാത്തൊരു ഭയമാണ്. അടുത്ത നിമിഷം പുറത്തെ ആ കൊടും മഴയത്തേക്ക് അത് ജീവനും കൊണ്ട് ഓടി മറഞ്ഞു. എൻ്റെ ചങ്കിലെ ചോര ശരിക്കും വറ്റിപ്പോയി. മൃഗങ്ങൾക്ക് ചില കാര്യങ്ങൾ മനുഷ്യരെക്കാൾ വേഗം തിരിച്ചറിയാൻ കഴിയുമെന്ന് പണ്ട് മുത്തശ്ശി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ നായ കണ്ടത് എന്താകും? ഈ ഇരിക്കുന്ന മനുഷ്യനിൽ അത്രമാത്രം ഭയപ്പെടാൻ എന്തുണ്ട്? അത് പോയ വഴിക്ക് നോക്കി ഞാൻ ശ്വാസം വിടാതെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. നല്ല മഴയും തണുപ്പും ഉള്ളതുകൊണ്ട് ഞാൻ ശ്വാസം വിടുമ്പോൾ എൻ്റെ വായിൽ നിന്നും പുക പോലെ വരുന്നുണ്ടായിരുന്നു. മൂന്നാറിലോ വയനാട്ടിലോ ഒക്കെ പോകുമ്പോൾ കാണുന്നത് പോലെ തണുപ്പുള്ള കാറ്റിൽ നമ്മുടെ ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ അത് കാണാമല്ലോ. പക്ഷേ എൻ്റെ തൊട്ടടുത്തിരുന്ന് സംസാരിക്കുന്ന, പീടി വലിക്കുന്ന ഈ മനുഷ്യൻ്റെ വായിൽ നിന്നോ മൂക്കിൽ നിന്നോ അങ്ങനെ ഒരു പുക വരുന്നതേയില്ല. അയാൾ ശ്വാസം എടുക്കുന്നില്ലേ? അതോ അയാൾക്ക് ശ്വാസമില്ലേ? ആ ചിന്ത എൻ്റെ തലച്ചോറിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചു പോയതുപോലെ തോന്നി. ഞാനിരിക്കുന്നത് ജീവനുള്ള ഒരു മനുഷ്യൻ്റെ കൂടെയല്ല എന്ന് എൻ്റെ ഓരോ ഞരമ്പും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇനിയും അവിടെ ഇരുന്നാൽ ചിലപ്പോൾ ഞാൻ പേടിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എഴുന്നേൽക്കണം. ടിക്കറ്റ് കൗണ്ടറിൽ പോയി ആ ജീവനക്കാരൻ്റെ കൂടെ നിൽക്കാം. ഞാനൊന്ന് അങ്ങോട്ട് എന്ന് വിക്കി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബാഗുമെടുത്ത് പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എൻ്റെ ശബ്ദം പതറുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ആ ബീഡിക്കുറ്റി താഴെയിട്ട് ഷൂസ് ഇട്ട് ചവിട്ടി കെടുത്തി. എന്നിട്ട് പതുക്കെ എന്നെ നോക്കി ചോദിച്ചു,
എങ്ങോട്ടാ പോകുന്നേ? വണ്ടി വരാൻ ഇനി സമയമുണ്ടല്ലോ. മഴയത്ത് തണുക്കണ്ട, ഇവിടെ ഇരിക്കേ. ആ പറച്ചിൽ കേട്ടപ്പോൾ എൻ്റെ കാലുകളിലെ ബലം വീണ്ടും ചോർന്നു പോയി. അയാളുടെ ആ കുഴിഞ്ഞ കണ്ണുകൾ എന്നെ അവർ തളച്ചിടുന്നത് പോലെ. ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ശരീരം വഴങ്ങുന്നില്ല. വീണ്ടും ഞാൻ ആ ബെഞ്ചിലേക്ക് തന്നെ ഇരുന്നു പോയി. ഇനി എൻ്റെ വിധി എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന് കരുതി ഞാൻ കണ്ണുകൾ മുറുകെ അടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ബെഞ്ചിലേക്ക് തിരികെ ഇരുന്ന ആ നിമിഷം എൻ്റെ ശരീരത്തിലെ അവസാനത്തെ ജീവനും ചോർന്നു പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. കണ്ണുകൾ മുറുക്കി അടച്ച് അറിയാവുന്ന ദൈവങ്ങളെ മുഴുവൻ ഞാൻ മനസ്സുരുകി വിളിച്ചു. ഒരു ശബ്ദം പോലും പുറത്തേക്ക് വരാത്ത രീതിയിൽ എൻ്റെ തൊണ്ട വരണ്ടുണങ്ങിയിരുന്നു. മഴയുടെ കൊടിയ തണുപ്പിലും എൻ്റെ നെറ്റിയിലൂടെ വിയർപ്പൊഴുകുന്നുണ്ടായിരുന്നു. എഴുന്നേറ്റോടണമെന്ന് മനസ്സ് ആക്രോശിക്കുന്നുണ്ടെങ്കിലും എന്നെ ആരോ ആ ഇരുമ്പ് ബെഞ്ചിൽ അദൃശ്യമായ കയറുകൊണ്ട് കെട്ടിയിട്ടതുപോലെ കാലുകൾക്ക് ഒട്ടും സ്വാധീനമില്ലായിരുന്നു. എൻ്റെ വലതുവശത്ത് ഒട്ടും അകലെയല്ലാതെ അയാളങ്ങനെ ഇരിക്കുകയാണ്. ശ്വാസമെടുക്കാതെ അനങ്ങാതെ ഇരുട്ടിലേക്ക് മാത്രം നോക്കി ഒരു കൽപ്രതിമ കണക്കെ. കുറച്ചു നേരം അങ്ങനെ കടന്നുപോയി. ഓരോ സെക്കൻഡും ഓരോ യുഗം പോലെയാണ് എനിക്ക് തോന്നിയത്. ആ ഭയാനകമായ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് അയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അവൾക്കെന്നെ ജീവനാണ്. ഞാൻ എപ്പോൾ പോയാലും അവൾക്കൊരു സമ്മാനം കൊണ്ടുപോകും. അയാളുടെ ശബ്ദം ഒരു പഴയ റേഡിയോയിൽ നിന്നെന്ന പോലെ വളരെ നേർത്തതായിരുന്നു. എന്നാൽ അതിൽ വല്ലാത്തൊരു പ്രതിധ്വനി ഉണ്ടായിരുന്നു. ഇത്തവണ ചെല്ലുമ്പോൾ അവളെനിക്കൊരു ചിത്രം വരച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അവളുടെ സ്വന്തം കൈകൊണ്ട് വരച്ച ചിത്രം. ഇത്രയും പറഞ്ഞിട്ട് അയാൾ തൻ്റെ ആ പഴയ കറുത്ത റെയിൻകോട്ടിൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ടു. എൻ്റെ നെഞ്ചെടുപ്പ് വീണ്ടും കൂടി. അയാൾ എന്താണ് പുറത്തെടുക്കാൻ പോകുന്നതെന്നോർത്ത് ഞാൻ ഭയന്നു. മെല്ലെ അയാൾ ഒരു മടക്കിയ കടലാസ് പുറത്തെടുത്തു. എന്നിട്ട് അതെൻ്റെ നേരെ നീട്ടി. ആ മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ വിറയ്ക്കുന്ന കണ്ണുകളോടെ ആ കടലാസിലേക്ക് നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, അയാളുടെ റെയിൻകോട്ടും വസ്ത്രങ്ങളും മുഴുവൻ മഴയത്ത് കുതിർന്നിട്ടും ആ കടലാസിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു. അത് വല്ലാതെ പഴകി മഞ്ഞ നിറം ബാധിച്ച ഒരു പേപ്പറായിരുന്നു. വർഷങ്ങളോളം എവിടെയോ വെളിച്ചം കാണാതെ സൂക്ഷിച്ചു വെച്ചതുപോലെ അതിൻ്റെ അരികുകൾ പൊഴിഞ്ഞു തുടങ്ങിയിരുന്നു. നോക്ക്, അവൾ വരച്ചത്, അയാൾ വീണ്ടും പറഞ്ഞു. എനിക്ക് ആ കടലാസിലേക്ക് നോക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാളുടെ ആജ്ഞാശക്തിയുള്ള ആ ശബ്ദത്തിന് വഴങ്ങി ഞാൻ അതിലേക്ക് നോക്കി. ഒരു കൊച്ചുകുട്ടി ക്രയോൺസ് വെച്ച് വരച്ച ഒരു ചെറിയ വീടിൻ്റെയും 2 മനുഷ്യരുടെയും ചിത്രമായിരുന്നു അത്. അതിനു താഴെ അച്ഛനും മോളുമെന്ന് മലയാളത്തിൽ കുട്ടികളുടെ തനതായ കൈപ്പടയിൽ കുത്തിക്കുറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കണ്ണുകൾ ആ ചിത്രത്തിലായിരുന്നില്ല, മറിച്ച് ആ കടലാസം പിടിച്ചിരിക്കുന്ന അയാളുടെ കൈകളിലായിരുന്നു. അയാളുടെ വിരലുകളിലെ നഖങ്ങൾ വല്ലാതെ നീണ്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ നഖങ്ങൾക്കിടയിൽ മുഴുവൻ ഉണങ്ങിയ കറുത്ത മണ്ണായിരുന്നു. ഒരു ജീവനുള്ള മനുഷ്യൻ്റെ കൈകൾ ഒരിക്കലും അങ്ങനെയിരിക്കില്ല. രക്തം കട്ട പിടിച്ചതുപോലെ നീല നിറത്തിലുള്ള വിരലുകൾ. അതിലെ ഞരമ്പുകൾ ഒരുതരം കറുത്ത നിറത്തിൽ പുറത്തേക്ക് തള്ളി നിൽക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് നോട്ടം മാറ്റി. വീണ്ടും ആ അഴുകിയ ഗന്ധം, നനഞ്ഞ മണ്ണിൻ്റെയും തുരുമ്പിൻ്റെയും ആ രൂക്ഷഗന്ധം എൻ്റെ മൂക്കിലേക്ക് ഇരച്ചു കയറി. എനിക്ക് ശരിക്കും ഓക്കാനം വരുന്നുണ്ടായിരുന്നു. ഞാൻ വായിലൂടെ ദീർഘമായി ശ്വാസമെടുത്ത് ആ തോന്നലിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എൻ്റെ വയറ്റിൽ നിന്നും എന്തോ മേൽപോട്ട് തികട്ടി വരുന്നത് പോലെ തോന്നി. അയാൾ ആ കടലാസ് വളരെ ഭദ്രമായി മടക്കി വീണ്ടും പോക്കറ്റിലേക്ക് തന്നെ വെച്ചു. എന്നിട്ട് ദൂരെയുള്ള ഇരുട്ടിലേക്ക് നോക്കി എന്തൊക്കെയോ പിറുപിറുക്കാൻ തുടങ്ങി. എനിക്കൊന്നും വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സമയം എത്രയായെന്ന് നോക്കാൻ ഞാൻ വീണ്ടും എൻ്റെ ഫോൺ എടുത്തു. 2 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി അരമണിക്കൂർ കൂടി കഴിഞ്ഞാലേ വണ്ടിയുടെ സമയമാകും. എൻ്റെ ഫോണിലെ ചാർജ് 10% താഴെയായി. ഇനിയും അരമണിക്കൂർ കൂടി ഈ നരകത്തിൽ ഈ രൂപത്തിൻ്റെ കൂടെ ഇരിക്കുക എന്നത് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുമായിരുന്നില്ല. ഞാൻ മെല്ലെ കണ്ണു തുറന്ന് പ്ലാറ്റ്ഫോമിൻ്റെ ഇരുവശത്തേക്ക് നോക്കി. എങ്ങും കൂരിരുട്ട് മാത്രം. മഴയ്ക്ക് ചെറിയൊരു ശമനം വന്നിട്ടുണ്ട്. പക്ഷേ കാറ്റിൻ്റെ ഹുങ്കാരത്തിന് യാതൊരു കുറവുമില്ല. പെട്ടെന്നാണ് എൻ്റെ ജീവൻ തിരികെ നൽകിക്കൊണ്ട് ആ ശബ്ദം ഞാൻ കേട്ടത്. പ്ലാറ്റ്ഫോമിൻ്റെ അറ്റത്തുള്ള ഇരുമ്പ് തൂണിലെ സിഗ്നൽ പോസ്റ്റിൽ നിന്നൊരു വലിയ ശബ്ദം. ഞാൻ തലയുയർത്തി അങ്ങോട്ട് നോക്കി. ഇത്രയും നേരം ഇരുട്ടിൽ അണഞ്ഞു കിടന്ന ആ സിഗ്നൽ ലൈറ്റ് ഇപ്പോൾ ചുമന്ന നിറത്തിലേക്ക് മാറിയിരിക്കുന്നു. വണ്ടി വരാൻ പോകുന്നു. എൻ്റെ മനസ്സിൽ വലിയൊരു ആശ്വാസം പടർന്നു. ഒരുതരം വല്ലാത്ത ഊർജം എൻ്റെ ശരീരത്തിലേക്ക് വന്നതുപോലെ.
ഈ ട്രെയിൻ വന്നാൽ പിന്നെ എനിക്ക് ഈ നരകത്തിൽ ഇരിക്കേണ്ടതില്ലല്ലോ. എത്രയും പെട്ടെന്ന് ജനങ്ങളുള്ള വെളിച്ചമുള്ള ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് ഓടിക്കയറണം. വെളിച്ചം കണ്ട പ്രാണിയെപ്പോലെ ഞാൻ വണ്ടി വരാൻ പോകുന്ന ദിക്കിലേക്ക് നോക്കി. ഞാൻ എൻ്റെ തോളിലെ ബാഗ് ഒന്നുകൂടി മുറുകെ പിടിച്ചു. ദൂരെ എവിടെയോ മരങ്ങൾക്കിടയിലൂടെ ട്രെയിനിൻ്റെ ഹോൺ മുഴങ്ങുന്ന ശബ്ദം മഴയിലൂടെ വളരെ നേർത്തതായി കേൾക്കാം. ഞാൻ ആവേശത്തോടെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അയാളെ ഒന്ന് പാളി നോക്കി. സിഗ്നൽ തെളിഞ്ഞതോ ദൂരെ നിന്നും ട്രെയിൻ വരുന്നതോ ഒന്നും അയാളെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന് തോന്നി. അയാളിപ്പോഴും ആ ഇരിപ്പ് തുടരുകയാണ്. വണ്ടി വരുന്നതിൻ്റെ യാതൊരു തിരക്കും ആ മുഖത്തില്ല. അയാൾ എൻ്റെ വണ്ടിക്കല്ലേ കാത്തു നിൽക്കുന്നത്? അതോ എന്നെപ്പോലെ വേറെ ഏതെങ്കിലും വണ്ടിക്ക് കാത്തു നിൽക്കുകയാണോ? എനിക്ക് ചോദിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ട്രാക്കുകളിലൂടെ ഒരു ചെറിയ വിറയൽ കടന്നു പോകുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. ട്രെയിൻ അടുത്തേക്ക് വരികയാണ്. എൻ്റെ രക്ഷകൻ. ഇരുട്ടിലൂടെ തുളഞ്ഞു കയറുന്ന വലിയൊരു വെളിച്ചം വരുന്നത് ഞാൻ കണ്ടു. ആ വെളിച്ചം കണ്ടപ്പോൾ എൻ്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. ജീവൻ തിരിച്ചു കിട്ടിയ അനുഭവമായിരുന്നു എനിക്ക്. ആ വലിയ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം പ്ലാറ്റ്ഫോമിലേക്ക് അടിച്ചു കയറി. മഴത്തുള്ളികൾ ആ വെളിച്ചത്തിൽ വെള്ളിനൂലുകൾ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. വണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ചു. വലിയ ശബ്ദത്തോടെ ട്രെയിൻ പതിയെ ബ്രേക്ക് ചെയ്യുകയാണ്. ആ വലിയ കാരിരുമ്പ് ചക്രങ്ങൾ ട്രാക്കിലുരയുമ്പോഴുണ്ടാകുന്ന കാതടപ്പിക്കുന്ന ശബ്ദം എനിക്ക് സംഗീതം പോലെയാണ് തോന്നിയത്. ഞാൻ ബാഗും തോളിലിട്ട് ചാടി എഴുന്നേറ്റു. എൻ്റെ വലതുവശത്തിരിക്കുന്ന ആ രൂപത്തെ ഞാൻ തിരികെ നോക്കിയില്ല. ഇനി അയാളെ നോക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. വണ്ടി വന്ന് നിൽക്കുന്നതും കാത്ത് ഞാൻ പ്ലാറ്റ്ഫോമിൻ്റെ അരികിലേക്ക് നടന്നു. എൻ്റെ ഹൃദയം പടപടാൻ പിടിക്കുന്നുണ്ടായിരുന്നു. സ്ലീപ്പർ കോച്ചുകളാണ് എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അതിൽ മിക്കതിലും ആളുകൾ നല്ല ഉറക്കത്തിലാണ്. ഞാനൊരു ജനറൽ കമ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കാൻ മുന്നോട്ടേക്ക് നോക്കി. വണ്ടി പൂർണ്ണമായും നിന്നു. എൻ്റെ തൊട്ടുമുന്നിൽ വന്നു നിന്നത് ഒരു AC കോച്ചായിരുന്നു. അതിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പുറകോട്ടോടി. അടുത്തുള്ള ജനറൽ കോച്ചിൻ്റെ വാതിലിനടുത്തേക്ക് പോയി. അതിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ആളുകൾ ലഗേജുകൾക്ക് മുകളിലായി കിടന്നുറങ്ങുന്നുണ്ട്. ആ വെളിച്ചവും ആൾക്കൂട്ടവും കണ്ടപ്പോൾ എനിക്ക് ശ്വാസം നേരെ വീണു. ഞാൻ വേഗത്തിൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി. അവിടെ ഒരു മൂലയിൽ കുറച്ച് സ്ഥലം കണ്ടുപിടിച്ച് എൻ്റെ ബാഗ് വെച്ച് ഞാൻ അവിടെ ഇരുന്നു. എൻ്റെ ശരീരം അപ്പോഴും നേരിയതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. കമ്പാർട്ട്മെൻറ്റിലിരുന്ന് ഞാൻ പുറത്തേക്ക് നോക്കി. വണ്ടിയെടുക്കാൻ സമയമായിരിക്കുന്നു. ഞാൻ ഇരുന്നിടത്തുള്ള ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയാൽ ആ വെയിറ്റിംഗ് ഷെഡ് കാണാമായിരുന്നു. എനിക്കെന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ആ ഇരുട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ ബെഞ്ചിലിപ്പോൾ ആരുമില്ല. എൻ്റെ നോട്ടം പ്ലാറ്റ്ഫോമിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നീണ്ടു. ആ പഴയ റെയിൻകോട്ടിട്ട രൂപം അവിടെയെങ്ങുമില്ല. അത്ര പെട്ടെന്ന് അയാൾ അങ്ങോട്ട് പോയി. അയാൾ ഈ വണ്ടിയിൽ കയറിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ അയാൾ എവിടെ പോയി? ഒരു നിഴൽ പോലെ അയാൾ ആ ഇരുട്ടിലേക്ക് തന്നെ മറിഞ്ഞു പോയി. അപ്പോഴാണ് ട്രെയിൻ ഒരു കുലുക്കത്തോടെ മുന്നോട്ടെടുക്കാൻ തുടങ്ങിയത്. പതിയെ വേഗത കൂടിക്കൂടി വന്നു. ആ സ്റ്റേഷൻ പിന്നിലായി മറയുന്നത് ഞാൻ ജനാലയിലൂടെ നോക്കിയിരുന്നു. ആ ഇരുമ്പ് ബെഞ്ചും മിന്നിത്തിളങ്ങുന്ന ആ പഴയ സിഗ്നൽ ലൈറ്റും എല്ലാം ഇരുട്ടിലേക്ക് മറഞ്ഞു പോയി. ഞാൻ ദീർഘമായ ഒരു നെടുവീർപ്പെട്ടു. എൻ്റെ കൈകളിലേക്ക് ഞാൻ നോക്കി. ആ അപരിചിതൻ്റെ വിരലുകൾ തട്ടിയ ഭാഗത്ത് അപ്പോഴും ഒരു വല്ലാത്ത തണുപ്പ് തങ്ങി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ എൻ്റെ ജാക്കറ്റിൻ്റെ സ്ലീവ് വെച്ച് ആ ഭാഗം തുടച്ചു. ചുറ്റും ഉറങ്ങുന്ന ആളുകളെ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു സമാധാനം തോന്നി. മനുഷ്യർക്കിടയിൽ ഇരിക്കുക എന്നത് എത്ര വലിയ ആശ്വാസമാണെന്ന് എനിക്കന്നാണ് മനസ്സിലായത്. എൻ്റെ നെഞ്ചെടുപ്പ് പതിയെ സാധാരണഗതിയിലായി. ട്രെയിനിൻ്റെ താളത്തിനൊപ്പിച്ച് എൻ്റെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങി. ആ രാത്രിയിലെ സംഭവങ്ങൾ ഒരു ദുസ്വപ്നം പോലെ എന്നിൽ നിന്നും അകന്നു പോകാൻ ഞാൻ ആഗ്രഹിച്ചു. കുറച്ചു നേരം ഞാൻ മയങ്ങിപ്പോയി. പെട്ടെന്നാണ് എൻ്റെ തോളിൽ ആരോ തട്ടുന്നതെറിഞ്ഞ് ഞാൻ ഞെട്ടി ഉണർന്നത്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു TT എൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഇരുണ്ട നിറമുള്ള മീശയുള്ള ഒരു തടിയൻ TT. അയാളുടെ കയ്യിൽ ടിക്കറ്റ് പരിശോധിക്കാനുള്ള ചാർട്ടുകളുണ്ട്. ടിക്കറ്റ്? അയാൾ വളരെ പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു. ഞാൻ ധൃതിയിൽ എൻ്റെ പോക്കറ്റിൽ നിന്നും ടിക്കറ്റ് എടുത്ത് കൊടുത്തു. അയാളത് നോക്കിയിട്ട് തിരിച്ചു തന്നു. എൻ്റെ മുഖത്തെ വിളർച്ച കണ്ടിട്ടാകണം അയാൾ എന്നെ സംശയത്തോടെ എന്ന് നോക്കി. എന്താ ഉറക്കമില്ലേ? എവിടുന്നാ കയറി? അയാൾ ചോദിച്ചു. ഞാൻ ആ ചെറിയ സ്റ്റേഷനിൽ നിന്നാ കയറി, ഞാൻ പരുങ്ങലോടെ പറഞ്ഞു. അയാൾ അല്പം അതിശയത്തോടെ എന്നെ നോക്കി. ആ ചെറിയ സ്റ്റേഷനിൽ നിന്നോ? ഈ പാതിരാത്രിയിലോ? അവിടെ ആരും വരാറില്ലല്ലോ രാത്രിയിൽ സാധാരണ. ഞാൻ തലയാട്ടി.
എൻ്റെ ഉള്ളിലെ ഭയം മുഴുവൻ പുറത്തു വരാൻ വെമ്പുകയായിരുന്നു. ആരോടെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നി. ഞാൻ അയാളോട് ആ സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചു. സാറേ, അവിടെ എനിക്കൊരു വല്ലാത്ത അനുഭവമുണ്ടായി, ഞാൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ടി ഒന്ന് പുരികം തുളിച്ചു. ഞാൻ ഇരുന്നിടത്തു നിന്നും അല്പം മുന്നോട്ടാഞ്ഞിരുന്നു. ചുറ്റുമുള്ളവർ കേൾക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പറയാൻ തുടങ്ങി. ആ ഇരുമ്പ് ബെഞ്ച്, പഴയ റെയിൻകോട്ടിട്ട അപരിചിതൻ, ഐസ് പോലെയുള്ള കൈകൾ, ആ അഴുകിയ ഗന്ധം, നായയുടെ കരച്ചിൽ, പിന്നെ ആ കടലാസ് തൊണ്ട്, എല്ലാം ഞാൻ അയാൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ഞാൻ പറയും തോറും ആ ടിയുടെ മുഖത്തെ ഭാവം മാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അയാളുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത ഞെട്ടൽ നിഴലിച്ചു. ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ ടി ഒരു നിമിഷമൊന്നും മിണ്ടിയില്ല. അയാളുടെ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറി മറിയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. കയ്യിലിരിക്കുന്ന ടിക്കറ്റ് പരിശോധിക്കുന്ന ചാർട്ട് ബോർഡ് അയാൾ മെല്ലെ താഴെ വെച്ചു. ഒരു വലിയ നെടുവീർപ്പോടെ അയാൾ എന്നെ അടിമുടിയെന്ന് നോക്കി. എന്നിട്ട് ചുറ്റും ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പാളി നോക്കിയ ശേഷം എൻ്റെ എതിർവശത്തുള്ള ഒഴിഞ്ഞ സീറ്റിലേക്ക് അയാൾ വന്നിരുന്നു. അയാളുടെ ആ ഇരുട്ടം കണ്ടപ്പോൾ തന്നെ എനിക്ക് നെഞ്ചിൽ ഒരു വലിയ ഭാരം വന്ന് വീണതുപോലെ തോന്നി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അയാൾ എന്നെ കളിയാക്കുകയോ ഭ്രാന്തനെന്ന് വിളിക്കുകയോ ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അയാളുടെ കണ്ണുകളിലെ ആ വല്ലാത്ത ഞെട്ടൽ എന്നോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, അയാൾക്കെന്തോ അറിയാമെന്ന്. കറുത്ത റെയിൻകോട്ട്, അതും ധരിച്ച് ചുക്കിച്ചുളിഞ്ഞ മുഖമുള്ള ഒരാൾ, കയ്യിൽ മകളുടെ ഒരു ചിത്രവും. അയാൾ പതുക്കെ സ്വയം സംസാരിക്കുന്നത് പോലെ പിറുപിറുത്തു. ഞാൻ അതേന്ന് തലയാട്ടി. എൻ്റെ തൊണ്ടയിൽ വെള്ളം മുഴുവൻ വറ്റിപ്പോയിരുന്നു. അയാൾ എന്നിലേക്ക് അല്പം മുന്നോട്ടാഞ്ഞിരുന്നു. ശബ്ദം തീരെ താഴ്ത്തി എന്നോട് ചോദിച്ചു, നീ ശരിക്കും അയാളെ അടുത്ത് കണ്ടു? അയാളുടെ വിരലുകൾ നിന്റെ ദേഹത്ത് മുട്ടിയെന്ന് പറയുന്നത് സത്യമാണ്? അതെ സാറേ, എൻ്റെ കയ്യിൽ ലൈറ്റർ അയാൾ വാങ്ങിയപ്പോൾ ആ വിരലുകൾ എൻ്റെ കയ്യിൽ തട്ടിയിരുന്നു. ഐസ് പോലെ നടന്ന കൈകളായിരുന്നു. എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. എന്താ സാറേ, സാറിന് അയാളെ അറിയാമോ? ഞാൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ കെഞ്ചുന്നത് പോലെ ചോദിച്ചു. ടി വീണ്ടും ഒരു നെടുവീർപ്പെട്ടു. എന്നിട്ട് ജനാലയിലൂടെ പുറത്തെ കൊടും ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ പറയാൻ തുടങ്ങി, അറിയാം, ആ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നവർക്കും ആ റൂട്ടിൽ വർഷങ്ങളായി ഡ്യൂട്ടി ചെയ്യുന്ന എന്നെപ്പോലുള്ളവർക്കും അയാളെ നന്നായി അറിയാം. പക്ഷേ നീ പറഞ്ഞ രൂപത്തിൽ ജീവനുള്ള ഒരാളും ഇന്ന് വരെ അയാളെ കണ്ടിട്ടില്ല. നീ ആ ഇരുമ്പ് ബെഞ്ചിൽ ഇത്രയും നേരം ഇരുന്നത് ജീവനുള്ള ഒരു മനുഷ്യൻ്റെ കൂടെയല്ല. ആ വാക്കുകൾ കേട്ടതും എൻ്റെ തലച്ചോറിലൂടെ ഒരു വലിയ ഇടിമിന്നൽ കടന്നു പോയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ശരീരത്തിലെ രക്തം മുഴുവൻ ഒറ്റയടിക്ക് തണുത്തുറഞ്ഞു. എനിക്ക് ശ്വാസം കിട്ടാത്തതുപോലെ തോന്നി. നെഞ്ചിൽ ആരോ ശക്തിയായി അമർത്തുന്നത് പോലെ. ഞാൻ ഇത്രയും നേരം ഇരുന്നത് ഒരു പ്രേതത്തിൻ്റെ കൂടെയും. അത് കുമാരേട്ടനായിരുന്നു. ടി ശാന്തമായി തുടർന്നു. ഈ ഭാഗത്തുള്ള ഒരു വലിയ റബ്ബർ എസ്റ്റേറ്റിലെ പണിക്കാരനായിരുന്നു പുള്ളി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഭാര്യ മരിച്ചുപോയി. പിന്നെ പുള്ളിയുടെ ഏക ആശ്രയം 8 വയസ്സുള്ള ഒരു മകളായിരുന്നു. അവളെ പുള്ളിക്ക് സ്വന്തം ജീവനേക്കാൾ വലുതായിരുന്നു. ഇവിടെ ജോലിക്ക് നിൽക്കുമ്പോഴും കിട്ടുന്ന പൈസ മുഴുവൻ കൂട്ടിവെച്ച് അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങി ആഴ്ചയിലൊരിക്കൽ അവളെ കാണാൻ നാട്ടിൽ പോകും. അങ്ങനെ ഇരിക്കെ ഒരു നാൾ ഇതുപോലെ തുലാമഴ തകർത്ത് പെയ്യുന്ന ഒക്ടോബർ മാസത്തിലെ ഒരു രാത്രി അയാളൊന്ന് നിർത്തി. കുപ്പിയിൽ നിന്നും കുറച്ച് വെള്ളം കുടിച്ചു. എൻ്റെ ഹൃദയം തൊണ്ടയിൽ വന്നിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ ചുണ്ടുകൾ പേടി കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശ്വാസമടക്കി പിടിച്ച് ബാക്കി കേൾക്കാൻ കാത്തിരുന്നു. അന്ന് മോളുടെ പിറന്നാളായിരുന്നു എന്ന് തോന്നുന്നു. അവളെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് പോകാൻ കുമാരേട്ടൻ പാതിരാത്രിയിൽ ആ സ്റ്റേഷനിൽ വന്നു. വണ്ടി ഒരുപാട് ലേറ്റായിരുന്നു. അന്നും ആ സ്റ്റേഷനിൽ വേറെ യാത്രക്കാരും ഉണ്ടായിരുന്നില്ല. കൊടുങ്കാറ്റും മഴയും കൊള്ളാതിരിക്കാൻ പുള്ളി ആ 2ാമത്തെ പ്ലാറ്റ്ഫോമിലെ വെയിറ്റിംഗ് ഷെഡിൽ പോയിരുന്നതാണ്. അന്ന് രാത്രി അവിടെ വെച്ച് അയാൾക്ക് കടുത്ത ഹാർട്ട് അറ്റാക്ക് വന്നു. നെഞ്ചുവേദന എടുത്ത് അയാൾ ആരോടെങ്കിലും സഹായത്തിനായി നിലവിളിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ മഴയുടെ ഇരമ്പലിൽ ആരും കേട്ടില്ല. ആ ഇരുമ്പ് ബെഞ്ചിൽ കിടന്ന് ആ കൊടുന്നെടുപ്പിൽ ആ പാവം പിടഞ്ഞു മരിച്ചു. നേരം വെളുത്ത് സ്റ്റേഷൻ മാസ്റ്റർ പ്ലാറ്റ്ഫോം നോക്കാൻ വരുമ്പോഴാണ് ആ ബെഞ്ചിൽ മരവിച്ചു കിടക്കുന്ന കുമാരേട്ടൻ്റെ ശരീരം കാണുന്നത്. എനിക്കെൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്, എൻ്റെ കയ്യിൽ നിന്നും ലൈറ്റർ വാങ്ങിയത്,
3 വർഷം മുൻപ് മരിച്ചുപോയ ഒരാളാണ്. എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ എനിക്ക് തോന്നി. വല്ലാത്തൊരു മനംപിരട്ടൽ എന്നെ പിടികൂടി. പോലീസ് വന്ന് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ഞാനും ഈ വണ്ടിയിൽ അവിടെ ഉണ്ടായിരുന്നു. ടി വീണ്ടും പറഞ്ഞു തുടങ്ങി. താൻ പറഞ്ഞ അതേ കറുത്ത റെയിൻകോട്ട് തന്നെയായിരുന്നു അന്നും വേഷം. മഴയത്ത് കിടന്ന് ശരീരം മുഴുവൻ നീല നിറമായിരുന്നു. അയാളുടെ വലത് കൈ നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് പണിപ്പെട്ട് ആ മരവിച്ച വിരലുകൾ വിടർത്തിയപ്പോൾ അതിനുള്ളിലൊരു കടലാസ് തുണ്ടുണ്ടായിരുന്നു. മകൾ സ്വന്തം കൈകൊണ്ട് വരച്ച ഒരു ചിത്രം. ജീവൻ പോകുന്ന അവസാന നിമിഷവും അയാൾ ആ ചിത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ വലത് കൈയിലേക്ക് നോക്കി. ആ മരവിച്ച വിരലുകൾ എന്നെ സ്പർശിച്ച ഭാഗം, ജീവനില്ലാത്ത രക്തം കട്ടപിടിച്ച ആ കൈകൾ, അയാളുടെ നഖങ്ങൾക്കിടയിലെ മണ്ണ്, ആ ശരീരത്തിൽ നിന്നും വന്ന അഴുകിയ ഗന്ധം, എല്ലാം ഇപ്പോൾ എനിക്ക് വ്യക്തമാകുന്നു. മണ്ണറയിൽ നിന്നും എഴുന്നേറ്റ് വന്ന ഒരു ജഡത്തിനൊപ്പമാണ് ഞാൻ ആ പാതിരാത്രിയിൽ 1 മണിക്കൂറിലധികം ചെലവഴിച്ചത്. എൻ്റെ ഉള്ളിൽ കടന്ന് എന്തോ ഒന്ന് പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഇതുപോലെ മഴയുള്ള ചില രാത്രികളിൽ ആ പ്ലാറ്റ്ഫോമിൽ കുമാരേട്ടനെ കണ്ടവരുണ്ട്. ടി ശബ്ദം ഒന്നുകൂടി താഴ്ത്തി പറഞ്ഞു. ആരെയെങ്കിലും കണ്ടാൽ അയാൾ തീപ്പെട്ടി ചോദിക്കും, മകളെപ്പറ്റി പറയും. പക്ഷേ അവിടുത്തെ ജീവനക്കാർക്കൊക്കെ ആളെ അറിയൂ. ആരും അയാൾക്കടുത്ത് പോയി ഇരിക്കാനോ സംസാരിക്കാനോ ഇന്നുവരെ ധൈര്യപ്പെട്ടിട്ടില്ല. നീ എങ്ങനെ അയാളുടെ ഒപ്പം അവിടെ ഇരുന്നു എന്നോർത്ത് എനിക്ക് അത്ഭുതം തോന്നുന്നു. നിനക്ക് ഭാഗ്യമുണ്ട് മോനെ. അതുകൊണ്ടാണ് നീ ജീവനോടെ ഈ വണ്ടിയിൽ വന്ന് കയറിയത്. ടി അവിടെ നിന്നും എഴുന്നേറ്റ് തൻ്റെ ജോലി തുടരാനായി നടന്നു പോയി. ഞാൻ ആ സീറ്റിൽ തന്നെ ഒരു പ്രതിമ പോലെ തറഞ്ഞിരുന്നു. ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ വെളിച്ചം പോലും എനിക്കിപ്പോൾ ആശ്വാസം നൽകുന്നില്ല. പുറത്ത് കൂരിരുട്ടിലൂടെ വണ്ടി പാഞ്ഞു പോവുകയാണ്. എൻ്റെ ശരീരമാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ രാത്രിയിലെ ബാക്കി സമയം എനിക്ക് കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. ഓരോ തവണ കണ്ണടയ്ക്കുമ്പോഴും എൻ്റെ മോൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി എന്ന ആ പരുക്കൻ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ടി നടന്നു പോയിട്ടും ഞാൻ ആ ഇരുത്തം തുടർന്നു. എൻ്റെ തലച്ചോറിലെ ചിന്തകൾ മരവിച്ചു പോയിരുന്നു. ചുറ്റുമുള്ള മനുഷ്യരുടെ കൂർക്കം വലിയും ട്രെയിനിൻ്റെ താളാത്മകമായ ശബ്ദവുമൊന്നും എൻ്റെ കാതുകളിലേക്ക് എത്തുന്നില്ല. എൻ്റെ ലോകം ആ ഒരൊറ്റ നിമിഷത്തിൽ ആ വെയിറ്റിംഗ് ഷെഡിലെ ഇരുമ്പ് ബെഞ്ചിൽ കുടുങ്ങിപ്പോയതുപോലെ തോന്നി. ആ കറുത്ത റെയിൻകോട്ടിട്ട രൂപം, അയാളുടെ ഐസ് പോലെയുള്ള കൈകൾ, മണ്ണ് നിറഞ്ഞ നഖങ്ങൾ, പിന്നെ ആ കടലാസ് തുണ്ട്, എല്ലാം എൻ്റെ കൺമുന്നിലൊരു സിനിമ പോലെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഞാൻ വെറുതെ എൻ്റെ വലത് കൈയൊന്ന് ഉയർത്തി നോക്കി. എവിടെയാണോ അയാളുടെ വിരലുകൾ എൻ്റെ തൊലിപ്പുറത്ത് തട്ടിയത് അവിടെ ഇപ്പോഴും ഒരു നേരിയ മരവിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ വേഗത്തിൽ എൻ്റെ വാട്ടർ ബോട്ടിൽ എടുത്തു. കുറച്ച് വെള്ളം എൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു. ആ തണുപ്പ് മാറ്റാൻ എൻ്റെ ജാക്കറ്റ് വെച്ച് ഞാൻ ആ ഭാഗം ശക്തിയായി ഉരച്ചു. തൊലി ചുവന്നു തടിക്കുന്നത് വരെ ഞാൻ ഉരച്ചുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും ആ ഓർമ്മ എൻ്റെ ശരീരത്തിൽ നിന്നും മായ്ച്ചു കളയണമെന്നൊരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പുറത്ത് മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. ട്രെയിൻ ഇരുട്ടിലൂടെ കൂകിപ്പായുകയാണ്. ഓരോ തവണ ഹോൺ മുടങ്ങുമ്പോഴും ഞാൻ ഞെട്ടിവിറച്ചു. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ഒന്ന് തിരിഞ്ഞു കടന്നാൽ പോലും ഞാൻ പേടിച്ച് മാറിയിരുന്നു. ഉറങ്ങാൻ ശ്രമിച്ചാൽ എൻ്റെ മനസ്സിൽ ആ മരവിച്ച രൂപവും അയാളുടെ പരുക്കൻ ശബ്ദവും മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ, ഈ രാത്രി ഒന്ന് വേഗം വെളുത്തിരുന്നെങ്കിൽ. ഏകദേശം രാവിലെ 5:30 കഴിഞ്ഞപ്പോൾ ആകാശം പതുക്കെ വെളിച്ചം വയ്ക്കാൻ തുടങ്ങി. ഇരുട്ട് മാറി ഒരു നേരിയ ചാരനിറം പരന്നു. ട്രെയിൻ അപ്പോൾ ഷൊർണൂർ സ്റ്റേഷനിൽ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. പണി നടക്കുന്നത് കാരണം കുറേ സ്ഥലങ്ങളിൽ പിടിച്ചിട്ട് ലേറ്റായിട്ടാണ് ഷൊർണൂർ എത്തിയത്. ഷൊർണൂർ സ്റ്റേഷനെത്തിയപ്പോൾ കുറേ ആളുകൾ ഇറങ്ങിപ്പോയി. കമ്പാർട്ട്മെൻറ്റിൽ അത്യാവശ്യം കാറ്റും വെളിച്ചവും വരാൻ തുടങ്ങി. പ്രഭാതത്തിൻ്റെ ആ വെളിച്ചം കണ്ടപ്പോഴാണ് എൻ്റെ നെഞ്ചിലെ ഭാരം കുറച്ചൊന്ന് കുറഞ്ഞത്. ചുറ്റുമുള്ള മനുഷ്യർ ഉണർന്നു തുടങ്ങിയിരുന്നു. ചായ വിൽക്കുന്നവരും പത്രം വിൽക്കുന്നവരുമൊക്കെ കമ്പാർട്ട്മെൻറ്റിലൂടെ നടക്കാൻ തുടങ്ങി. ചൂട് ചായ. ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ജീവൻ തിരികെ കിട്ടിയതുപോലെ തോന്നി. ഞാനൊരു ചായ വാങ്ങി കുടിച്ചു. ആ ചൂട് ശരീരത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും സമാധാനമായത്. ഞാൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും ചെറിയ വീടുകളുമൊക്കെ പിന്നിലേക്ക് ഓടിമറയുകയാണ്. ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ ഒരു പേടി സ്വപ്നമായിരുന്നോ എന്ന് ഞാൻ വെറുതെ ചിന്തിച്ചു പോയി. പക്ഷേ അല്ല,
എൻ്റെ കയ്യിലെ ആ മരവിപ്പ് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങൾ എങ്ങനെയൊരു സ്വപ്നമാകും. എൻ്റെ സ്റ്റേഷനെത്തുമ്പോഴേക്കും സമയം രാവിലെ 7:30 കഴിഞ്ഞിരുന്നു. വണ്ടിയിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് കാലുകുത്തിയപ്പോൾ എനിക്ക് ശരിക്കും ആശ്വാസം തോന്നി. ചുറ്റും ആളുകളുടെ ബഹളമാണ്. രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നവരും യാത്രക്കാരുമെല്ലാം കൂടി നല്ല തിരക്കുള്ള ഒരു സാധാരണ പ്രഭാതം. ഞാൻ എൻ്റെ ബാഗ് തോളിലിട്ട് പുറത്തേക്ക് നടന്നു. സ്റ്റേഷന് പുറത്തിറങ്ങി ഒരു ഓട്ടോ വിളിച്ചു. ഞാൻ വീട്ടിലേക്കെത്തി. വീട്ടിലെത്തിയപ്പോൾ അവിടെ വലിയ തിരക്കായിരുന്നു. പെങ്ങളുടെ വിവാഹ നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. ബന്ധുക്കളും നാട്ടുകാരുമൊക്കെയായി നല്ല ബഹളം. എന്നെ കണ്ടതും അമ്മയോടി വന്നു. എന്താണ് ഇത്ര ലേറ്റായത്? നീ ഇന്നലെ രാത്രി വരുമെന്നല്ലേ പറഞ്ഞത്? അമ്മ ചോദിച്ചു. ഞാനിന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അത് ഇന്നലെ നല്ല മഴയായിരുന്നില്ലേ അമ്മേ? പിന്നെ വർക്കും കൂടുതലായിരുന്നു. ട്രെയിനും ലേറ്റായി. ഞാൻ പെട്ടെന്ന് മുറിയിലേക്ക് കയറി വാതിലടച്ചു. എൻ്റെ ബാഗ് നിലത്തെറിഞ്ഞ് ഞാൻ കട്ടിലേക്ക് വീണു. ശരീരമാകെ വല്ലാത്തൊരു ക്ഷീണം. രാത്രിയിലെ ഉറക്കമില്ലായ്മയും ആ ഭയവും എന്നെ വല്ലാതെ തളർത്തിയിരുന്നു. ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ച് കടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അതൊരു വല്ലാത്ത ഉറക്കമായിരുന്നു. സ്വപ്നങ്ങളില്ലാത്ത ഇരുട്ട് നിറഞ്ഞൊരു ഉറക്കം. പക്ഷേ ഇടയ്ക്കെപ്പോഴോ എനിക്ക് ആ ശബ്ദം വീണ്ടും കേൾക്കുന്നത് പോലെ തോന്നി. എൻ്റെ മോൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഞാൻ ഞെട്ടി ഉണർന്നു. എൻ്റെ നെറ്റിയിൽ മുഴുവൻ വിയർപ്പായിരുന്നു. സമയം ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് നല്ല വെയിലുണ്ട്. എന്നാലും എനിക്ക് വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു. ഞാൻ മെല്ലെ എഴുന്നേറ്റ് എൻ്റെ ഷർട്ട് മാറി ഫ്രഷ് ആകാനായി ബാത്റൂമിലേക്ക് കയറി. ബാത്റൂമിൽ കയറി ഷവർ ഓൺ ചെയ്തപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. പൈപ്പിൽ നിന്നും വരുന്ന വെള്ളത്തിന് നല്ല ചൂടുണ്ട്. അത്രയ്ക്ക് കൊടും വെയിലാണ് പുറത്ത്. പക്ഷേ എൻ്റെ ശരീരം ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. സോപ്പിട്ട് മുഖം കഴുകുന്നതിനിടയിൽ ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി. എൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട്. മുഖത്ത് വല്ലാത്തൊരു വിളർച്ച. എന്നെ തന്നെ കണ്ടിട്ട് എനിക്കെന്തോ അപരിചിതത്വം തോന്നി. ഞാൻ വേഗത്തിൽ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി. പുറത്ത് ആളുകളുടെ ബഹളം കൂടി വരികയായിരുന്നു. പെങ്ങളുടെ ഭാവി വരനും വീട്ടുകാരും എത്തിയിട്ടുണ്ട്. എല്ലാവരും സന്തോഷത്തിലാണ്. എന്നെ അന്വേഷിച്ച് അമ്മ മുറിയിലേക്ക് വന്നു. നീ എന്താണ് ഇത്ര നേരം കിടന്നുറങ്ങുന്നേ? അവരൊക്കെ വന്നിട്ട് കുറേ നേരമായി. പോയി വല്ലതും കഴിക്ക്, എന്നിട്ട് അങ്ങോട്ട് വാ. ഞാൻ തലയാട്ടി. എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. എന്നാലും അമ്മ നിർബന്ധിച്ചത് കൊണ്ട് എന്തോ കുറച്ച് കഴിച്ചെന്ന് വരുത്തി തീർത്തു. എല്ലാവരുടെയും ഇടയിലേക്ക് ചെന്നപ്പോൾ എനിക്ക് ശരിക്കും ആശ്വാസം തോന്നി. പാട്ടും സംസാരവും ചിരിയുമൊക്കെയായി സമയം പോകുന്നതറിഞ്ഞില്ല. ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ ഇന്നലെ രാത്രിയിലെ ആ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ എന്നിൽ നിന്നും അകന്നു പോകുന്നതായി എനിക്ക് തോന്നി. ഒരുപക്ഷെ ആ ടി പറഞ്ഞത് സത്യമായിരിക്കാം. ഞാൻ ജീവനോടെ രക്ഷപ്പെട്ടല്ലോ. അതുതന്നെ വലിയ കാര്യം. ഇനി അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചു. ചടങ്ങ് കഴിഞ്ഞ് ആളുകളൊക്കെ തിരിച്ചു പോയപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. വീട് വീണ്ടും പഴയതുപോലെ നിശബ്ദമായി. ഞാൻ മുറിയിലേക്ക് ചെന്ന് കട്ടിലിൽ കടന്നു. ശരീരത്തിന് നല്ല ക്ഷീണം തോന്നി. വെറുതെ ഫോൺ എടുത്ത് നോക്കി. വാട്സാപ്പിൽ ഓഫീസിൽ നിന്നുള്ള കുറച്ച് മെസ്സേജുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ വായിച്ച് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. എൻ്റെ വലത് കൈയിൽ വീണ്ടും ആ തണുപ്പ്. ഞാൻ പെട്ടെന്ന് ഫോൺ താഴെ വെച്ച് കയ്യിലേക്ക് നോക്കി. ഇല്ല, അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. രാവിലെ ഞാൻ ഉരച്ചതുകൊണ്ട് അല്പം ചുവന്നിട്ടുണ്ടെന്ന് മാത്രം. പക്ഷേ ആ വിരലുകൾ തട്ടിയ ഭാഗത്ത് ഉള്ളിൽ നിന്നും എന്തോ ഒരു ഐസ് കട്ട വെച്ചതുപോലെ തണുക്കുകയാണ്. ഞാൻ ആ ഭാഗമൊന്ന് അമർത്തി നോക്കി. വേദനയോ മറ്റ് അസ്വസ്ഥതകളോ ഒന്നുമില്ല. വെറും തണുപ്പ് മാത്രം. ഇതിൻ്റെ വെറും തോന്നലാണോ എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ എഴുന്നേറ്റ് ജനൽ തുറന്നിട്ടു. പുറത്തു നല്ല ചൂടുള്ള കാറ്റാണ് വീശുന്നത്. എന്നാലും ആ തണുപ്പ് കുറയുന്നില്ല. പെട്ടെന്നാണ് എനിക്കൊരു ഭയം തോന്നിത്തുടങ്ങിയത്. ഇത് വെറും ഒരു തോന്നലല്ല. ആ മരവിച്ച കൈകൾ എന്നെ സ്പർശിച്ചപ്പോൾ ആ തണുപ്പെൻ്റെ ശരീരത്തിലേക്ക് കയറിയതാണ്. ഞാൻ വേഗത്തിൽ ഒരു ഫുൾ സ്ലീവ് ഷർട്ട് എടുത്ത് ധരിച്ചു. എന്നാലും എൻ്റെ കൈഭാഗം മാത്രം ഇപ്പോഴും തണുത്തുറഞ്ഞു കിടക്കുകയാണ്. രാത്രിയായപ്പോൾ ആ തണുപ്പ് എൻ്റെ കൈത്തണ്ടയിൽ നിന്നും പതുക്കെ മുകളിലേക്ക് കയറുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. അതൊരു നേരിയ മരവിപ്പായി എൻ്റെ തോളിലേക്കും പിന്നെ കഴുത്തിലേക്കും പടരുന്നത് പോലെ എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഞാൻ അമ്മയെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും കറണ്ട് പോയി. മുറി മുഴുവൻ കൂരിരുട്ടായി. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ പുറത്തും ഒരു വെളിച്ചവുമില്ല. ഹരി, നീ എവിടെയാ? ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് അമ്മ എൻ്റെ മുറിയിലേക്ക് വന്നു. കയ്യിൽ ഒരു മെഴുകുതിരി ഉണ്ടായിരുന്നു. അമ്മേ, എനിക്ക് വല്ലാതെ തണുക്കുന്നു, ഞാൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അമ്മ മെഴുകുതിരി മേശപ്പുറത്ത് വെച്ചു.
എൻ്റെ നെറ്റിയിൽ തൊട്ടു നോക്കി. നിനക്ക് പനിയൊന്നുമില്ലല്ലോ മോനെ, ദേഹം നല്ല ചൂടാണല്ലോ. എൻ്റെ ദേഹം ചൂടാണോ? അപ്പോൾ ഈ തണുപ്പ് എനിക്ക് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. എൻ്റെ നെഞ്ചെടുപ്പ് കൂടി. അമ്മേ, എൻ്റെ ഈ വലത് കൈ ഒന്ന് തൊട്ടു നോക്കിക്കേ. ഞാൻ എൻ്റെ കൈ അമ്മയുടെ നേരെ നീട്ടി. അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചു. ഇല്ല മോനെ, ഇത് സാധാരണ പോലെയുള്ളൂ. നിനക്ക് എന്ത് പറ്റി? മുഖമൊക്കെ വല്ലാതെ വിളറിയിട്ടുണ്ടല്ലോ. അമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നി. ആ തണുപ്പ്, ആ ഐസ് പോലെയുള്ള മരവിപ്പ്, അത് യഥാർത്ഥത്തിൽ എൻ്റെ ശരീരത്തിലല്ല, എൻ്റെ ആത്മാവിലേക്കാണ് പടരുന്നത് എന്നെനിക്ക് തോന്നിത്തുടങ്ങി. ആ റെയിൻകോട്ടിട്ട രൂപം, അയാളുടെ കുഴിഞ്ഞ കണ്ണുകൾ, ആ കടലാസ് തുണ്ട്, ഇതെല്ലാം എൻ്റെ ചുറ്റും ഒരു വട്ടം ചുറ്റുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അമ്മേ, എനിക്ക് ശ്വാസം മുട്ടുന്നു, ഞാൻ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. പെട്ടെന്ന് കറണ്ട് വന്നു. ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ കൈയിലേക്ക് നോക്കി. ഞാൻ ഞെട്ടിത്തെരിച്ചു പോയി. എൻ്റെ വലത് കൈയിൽ ആ വിരലുകൾ സ്പർശിച്ച ഭാഗത്ത് തൊലിപ്പുറത്ത് ഒരു ചെറിയ നീല നിറം പടർന്നിരിക്കുന്നു. രക്തം കട്ട പിടിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു കറുത്ത നീല നിറം. രാവിലെ അവിടെ അങ്ങനെയൊന്നുമില്ലായിരുന്നല്ലോ. ഞാൻ പേടിയോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അമ്മ അതൊന്നും ശ്രദ്ധിക്കാതെ എന്നെ നോക്കി പേടിച്ചു നിൽക്കുകയാണ്. മോനെ, നീ എന്താ ഇങ്ങനെ വിറയ്ക്കുന്നത്? നിനക്കെന്താ പറ്റിയത്? അമ്മ കരച്ചിലിൻ്റെ വക്കിലായിരുന്നു. ഞാൻ ഒന്നും മിണ്ടാതെ കട്ടിലിലേക്ക് വീണു. ആ തണുപ്പിപ്പോൾ എൻ്റെ ശരീരമാകെ വ്യാപിക്കുകയാണ്. എൻ്റെ ജീവൻ പതുക്കെ പതുക്കെ ചോർന്നു പോകുന്നത് പോലെ. ആ രാത്രിയിലെ ബാക്കി സമയം ഞാൻ എങ്ങനെ കഴിച്ചുകൂട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ചുറ്റും മരവിച്ച രൂപങ്ങൾ നൃത്തം വയ്ക്കുന്നത് പോലെയും ആ പരുക്കൻ ശബ്ദം എൻ്റെ കാതുകളിൽ അലറുന്നത് പോലെയും എനിക്ക് തോന്നി. ആ രാത്രി ഒരു ദുസ്വപ്നമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓരോ തവണ കണ്ണടയ്ക്കുമ്പോഴും ആ ചെറിയ റെയിൽവേ സ്റ്റേഷനും ആ മങ്ങിയ വെളിച്ചവും ഞാൻ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് ചുറ്റും ആ തുരുമ്പിൻ്റെയും നനഞ്ഞ മണ്ണിൻ്റെയും ഗന്ധം നിറഞ്ഞു നിൽക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഇടയ്ക്കെപ്പോഴോ അമ്മ അടുത്തു വന്നിരുന്ന് എൻ്റെ തലയിൽ തടവുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് കണ്ണു തുറക്കാൻ ശ്രമിച്ചെങ്കിലും കൺപോളകൾക്ക് വലിയ ഭാരം തോന്നി. ആ തണുപ്പ് എൻ്റെ ശരീരമാകെ ഒരു പുതുപ്പ പോലെ മൂടിയിരുന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് പനിയുണ്ടായിരുന്നു, ചെറിയൊരു വിറയലും. അമ്മ ഡോക്ടറെ കാണിക്കാൻ നിർബന്ധിച്ചെങ്കിലും ഞാൻ പോയില്ല. ആ നീല നിറം എൻ്റെ കയ്യിൽ അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്കോ പെങ്ങൾക്കോ അത് കാണാൻ കഴിയുന്നില്ല. അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തി. അവർക്ക് എൻ്റെ കൈ സാധാരണ പോലെയാണ് തോന്നിയത്. എനിക്ക് മാത്രം അത് ജീവനില്ലാത്ത ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലെ അനുഭവപ്പെട്ടു. ആ തണുത്ത വിരലുകൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെ. 2 ദിവസം ഞാൻ ലീവ് എടുത്തു, വീട്ടിൽ തന്നെ ഇരുന്നു. ആ 2 ദിവസവും എനിക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പകൽ സമയങ്ങളിൽ ആളുകളുടെ ബഹളത്തിനിടയിൽ ഞാൻ ആശ്വാസം കണ്ടെത്തിയെങ്കിലും രാത്രിയാകുമ്പോൾ ആ പഴയ ഭയം എന്നെ തേടിയെത്തും. ഞാൻ ഒറ്റയ്ക്കാകുമ്പോഴെല്ലാം ആരോ എൻ്റെ കൂടെയുള്ളത് പോലെ ഒരു തോന്നൽ. എൻ്റെ മുറിയിലെ താപനില പെട്ടെന്ന് കുറയുന്നത് പോലെ, ആ പരുക്കൻ ശ്വാസോച്ഛ്വാസം എൻ്റെ ചെവിക്ക് പിന്നിൽ കേൾക്കുന്നത് പോലെ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാകില്ല. 3-ാം ദിവസം ഞാൻ ഓഫീസിലേക്ക് പോകാൻ തീരുമാനിച്ചു. വീട്ടിൽ തന്നെ ഇരുന്നാൽ ചിലപ്പോൾ എനിക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നി. ആളുകൾക്കിടയിലേക്ക് പോയാൽ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും. രാവിലെ തന്നെ ബസ്സിൽ കയറി തൃശ്ശൂരിലേക്ക് തിരിച്ചു. ബസ്സിലിരിക്കുമ്പോൾ ഞാൻ ചുറ്റുമുള്ള ആളുകളെ ശ്രദ്ധിച്ചു. ആരും എന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും അവരവരുടെ ലോകത്താണ്. എൻ്റെ കയ്യിലെ നീലനിറം മറയ്ക്കാൻ ഞാൻ ഫുൾ സ്ലീവ് ഷർട്ടിൻ്റെ കൈ അല്പം കൂടി താഴ്ത്തിയിട്ടു. ഓഫീസിലെത്തിയപ്പോൾ സഹപ്രവർത്തകർ എൻ്റെ വിളറിയ മുഖം കണ്ട് കാര്യം അന്വേഷിച്ചു. രാത്രിയുടെ ക്ഷീണവും പനിയുമാണെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. എൻ്റെ മനസ്സിൽ അപ്പോഴും ആ റെയിൽവേ സ്റ്റേഷനും ആ രൂപവും മാത്രമായിരുന്നു. ജോലിയിൽ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ പലപ്പോഴും ആ കടലാസ് തുണ്ടിലെ അച്ഛനും മോളും വന്ന ചിത്രം എൻ്റെ കൺമുന്നിൽ തെളിയുന്നത് പോലെ തോന്നി. വൈകുന്നേരം ഓഫീസ് വിട്ടിറങ്ങുമ്പോൾ ചെറിയൊരു മഴയുണ്ടായിരുന്നു. ഒക്ടോബർ മാസത്തിലെ ആ പതിവ് ചാറ്റൽ മഴ. ആ മഴത്തുള്ളികൾ ദേഹത്ത് വീണപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നി. ഞാൻ വേഗത്തിൽ നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി. നാട്ടിലേക്കുള്ള ബസ്സിൽ കയറി ഒരു സൈഡ് സീറ്റിൽ പോയിരുന്നു. ബസ് മുന്നോട്ട് നീങ്ങി. മഴ പതുക്കെ ശക്തി പ്രാപിച്ചു. ജനൽ ഗ്ലാസ്സിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നത് ഞാൻ നോക്കിയിരുന്നു. പെട്ടെന്നാണ് എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ആരോ വന്നിരുന്നത് ഞാൻ അറിഞ്ഞത്. ഒരു വലിയ നെടുവീർപ്പോടെ ഒരാൾ ഇരിക്കുന്ന ശബ്ദം. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. എൻ്റെ ഹൃദയമിടിപ്പ് വീണ്ടും കൂടിത്തുടങ്ങിയിരുന്നു. വല്ലാത്തൊരു തണുപ്പ് എൻ്റെ ശരീരത്തിലേക്ക് വീണ്ടും അരിച്ചു കയറാൻ തുടങ്ങി. എൻ്റെ മൂക്കിലേക്ക് ആ പഴയ അഴുകിയ ഗന്ധം അരിച്ചു കയറി. എൻ്റെ തൊണ്ട വരണ്ടുണങ്ങി. നിനക്കെന്നെ ഭയമാണോ? ആ ശബ്ദം, ആ പരുക്കൻ വികാരമില്ലാത്ത ശബ്ദം.
ഞാൻ ഞെട്ടിവിറച്ചു പോയി. പതുക്കെ, വളരെ പതുക്കെ ഞാൻ എൻ്റെ തൊട്ടടുത്തേക്ക് നോക്കി. അതെ, അയാൾ തന്നെ. ആ കറുത്ത റെയിൻകോട്ടിട്ട രൂപം, ആ കുഴിഞ്ഞ കണ്ണുകൾ, ചുക്കിച്ചുളിഞ്ഞ മുഖം. ബസ്സിലെ ആളുകൾക്കിടയിൽ ആ മങ്ങിയ വെളിച്ചത്തിൽ അയാൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നു. എനിക്ക് കരയാൻ പോലും കഴിഞ്ഞില്ല. എൻ്റെ ചുണ്ടുകൾ അനങ്ങിയില്ല. ബസ്സിലുള്ള ബാക്കി ആരെങ്കിലും അയാളെ കാണുന്നുണ്ടോ എന്ന് ഞാൻ പാളി നോക്കി. ഇല്ല, ആരും അയാളെ ശ്രദ്ധിക്കുന്നില്ല. അപ്പുറത്ത് സീറ്റിലിരിക്കുന്ന ആൾ ഫോണിൽ സംസാരിക്കുകയാണ്. കണ്ടക്ടർ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് മുന്നിലേക്ക് നടക്കുന്നു. ഈ ബസ്സിൽ ഞാനൊഴികെ മറ്റാരും ആ രൂപത്തെ കാണുന്നില്ല. ഞാനെങ്ങും പോയിട്ടില്ല. അയാൾ വീണ്ടും പെറുപെറുത്തു. അയാളുടെ ആ ഐസ് പോലെയുള്ള വിരലുകൾ എൻ്റെ കയ്യിലേക്ക് വീണ്ടും സ്പർശിച്ചു. ആ സ്പർശനം എൻ്റെ ഞരമ്പുകളിലൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. എൻ്റെ മോൾ, അവൾ എന്നെ കാണാൻ കാത്തിരിക്കുകയാണ്. എനിക്ക് അവളുടെ അടുത്തേക്ക് പോകണം. എൻ്റെ കൺമുന്നിൽ ഇരുട്ട് കയറുന്നത് പോലെ എനിക്ക് തോന്നി. ഈ ദുസ്വപ്നം ഇവിടെ അവസാനിക്കുന്നില്ല. അയാൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എന്നോടൊപ്പം അയാൾ വന്നിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. എനിക്കെൻ്റെ ജീവൻ വേണം. ഞാൻ വേഗത്തിൽ എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. ബസ് നിർത്തിയപ്പോൾ ഞാൻ പിന്നിലേക്ക് നോക്കാതെ പുറത്തേക്ക് ഓടി. മഴയത്ത് ആ ഇരുട്ടിലൂടെ ഞാൻ ഓടുകയായിരുന്നു, എങ്ങോട്ടെന്നറിയാതെ. എൻ്റെ പിന്നാലെ ആ പരുക്കൻ കാലച്ചുകൾ കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ തണുത്ത കാറ്റ് എൻ്റെ കാതുകളിൽ മന്ത്രിക്കുന്നത് പോലെ. എനിക്ക് മകളുടെ അടുത്തേക്ക് പോകണം. മഴയിലൂടെ എത്ര ദൂരം എത്ര നേരം ഓടിയെന്ന് എനിക്കറിയില്ല. കാലുകൾ കുഴഞ്ഞു. താഴെ വീഴാറായപ്പോൾ വഴിയരികിലുള്ള അടഞ്ഞു കിടക്കുന്ന ഒരു പഴയ പീഡികത്തിണ്ണയിലേക്ക് ഞാൻ കയറി നിന്നു. കിതപ്പ് കാരണം എൻ്റെ നെഞ്ച് പൊട്ടുന്നത് പോലെ തോന്നി. വസ്ത്രങ്ങളെല്ലാം നനഞ്ഞൊട്ടി ശരീരത്തോട് ചേർന്നിരിക്കുന്നു. കൂടെ എവിടെയോ കളഞ്ഞു പോയി. റോഡിൽ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റുകൾ പലതും കേടാണ്. ആകപ്പാടെ ഒരു ശ്മശാന മൂകത. തണുപ്പ് കാരണം എൻ്റെ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് എൻ്റെ തൊട്ടുമുന്നിൽ ആ മഴയത്ത് ഒരു നിഴൽ പോലെ അയാൾ വീണ്ടും രൂപപ്പെട്ടത്. ഞാൻ പുറകോട്ട് മാറി ചുവരിനോട് ചേർന്ന് നിന്നു. ഇനി ഓടാൻ എൻ്റെ ശരീരത്തിൽ ഒരിറ്റ് ജീവൻ പോലും ഇല്ലായിരുന്നു. എൻ്റെ കണ്ണുകളിൽ നിന്ന് സങ്കടവും പേടിയും കാരണം കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എന്നെ വെറുതെ വിട്ടുകൂടി? ഞാൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അയാൾ മഴയത്ത് അനങ്ങാതെ നിന്നു. ആ കറുത്ത റെയിൻകോട്ടിനുള്ളിൽ നിന്നും അയാൾ പതിയെ മുഖമുയർത്തി എന്നെ നോക്കി. ആ കുഴിഞ്ഞ കണ്ണുകളിൽ ഇപ്പോൾ എനിക്ക് ശൂന്യതയല്ല കാണാൻ കഴിഞ്ഞത്, മറിച്ച് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു സങ്കടമായിരുന്നു. ഒരച്ഛൻ്റെ നിസ്സഹായത. അയാൾ എന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല എന്ന് ആ നിമിഷം എൻ്റെ മനസ്സ് എന്നോട് വിളിച്ചു പറഞ്ഞു. അയാൾക്ക് എന്തോ ഒന്ന് പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട്. ആ വെയിറ്റിംഗ് ഷെഡിൽ വെച്ച് അയാൾ എന്നോട് സംസാരിച്ചതും എൻ്റെ ലൈറ്റർ വാങ്ങിയതുമൊക്കെ എന്നെ ഒരു മാധ്യമമായി കണ്ടതുകൊണ്ടാകാം. എൻ്റെ മകൾ. അയാളുടെ വിറക്കുന്ന ശബ്ദം കാറ്റിലൂടെ എന്നിലേക്കെത്തി. അവൾ കാത്തിരിക്കുകയാണ്. ഇതവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അയാൾ തൻ്റെ റെയിൻകോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ആ പഴയ മടക്കിയ കടലാസ് പുറത്തെടുത്തു. എന്നിട്ട് പതുക്കെ എൻ്റെ നേരെ കൈ നീട്ടി. എൻ്റെ ഭയം പതിയെ സഹതാപത്തിന് വഴിമാറുന്നത് ഞാൻ അറിഞ്ഞു. മരണത്തിന് പോലും വായിക്കാൻ കഴിയാത്ത ഒരച്ഛൻ്റെ സ്നേഹമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ടി പറഞ്ഞ കഥ എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. മകളുടെ പിറന്നാളിന് അവൾക്കായി ഈ സമ്മാനവും കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴാണ് അയാൾ ആ ബെഞ്ചിൽ വീണ് മരിച്ചത്. തൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കാൻ കഴിയാത്തത് കൊണ്ടാകാം അയാളുടെ ആത്മാവ് ഇപ്പോഴും ഈ ഭൂമിയിൽ അലയുന്നത്. ഞാൻ എൻ്റെ വിറയ്ക്കുന്ന വലത് കൈ മുന്നോട്ട് നീക്കി. ആ കടലാസിൽ ഞാൻ പിടിച്ചു. കൊടുമഴയത്ത് നിന്നിട്ടും ആ കടലാസിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു. അതെൻ്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോൾ അയാളുടെ ആ ഐസ് പോലത്തെ വിരലുകൾ വീണ്ടും എന്നെ സ്പർശിച്ചു. പക്ഷേ ഇത്തവണ എനിക്ക് ഭയം തോന്നിയില്ല. ഞാനിത് മോൾക്ക് കൊടുക്കാം. ഞാൻ വാക്ക് തരുന്നു കുമാരേട്ടാ. എൻ്റെ തൊണ്ടയടറുന്നുണ്ടായിരുന്നു. ഞാൻ അയാളുടെ പേര് വിളിച്ചത് കേട്ടപ്പോൾ ആ വിളറിയ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിടകുന്നത് ഞാൻ കണ്ടു. ഒരുപാട് കാലത്തെ ഭാരമിറക്കി വെച്ചതുപോലെയുള്ള ഒരു ആശ്വാസം ആ മുഖത്തുണ്ടായിരുന്നു. അയാൾ പതിയെ പുറകോട്ട് നടന്നു. മഴയുടെ ഇരമ്പൽ കൂടി വന്നു. എൻ്റെ കൺമുന്നിൽ വെച്ച് ആ കറുത്ത രൂപം പതുക്കെ ഇരുട്ടിലേക്ക്, ആ മഴത്തുള്ളികൾക്കിടയിലേക്ക് അലിഞ്ഞില്ലാതെയാകുന്നത് ഞാൻ കണ്ടു. കാറ്റിലെ ആ പഴയ അഴുകിയ ഗന്ധം മാറി. പുതിയ മഴവെള്ളം വീണ മണ്ണിൻ്റെ നല്ല ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ വലത് കൈയിലെ ആ കടുത്ത തണുപ്പ് പതിയെ മാറുന്നത് പോലെ എനിക്ക് തോന്നി. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ അയാളുടെ വീടന്വേഷിച്ചിറങ്ങി. അങ്ങനെ ഒരു എസ്റ്റേറ്റിലെത്തി. എസ്റ്റേറ്റ് ലയങ്ങളിലെ ഒരു ചെറിയ വീട്ടിലേക്കാണ് വഴി പറഞ്ഞു തന്നവർ എന്നെ നയിച്ചത്. വീടിൻ്റെ ഉമ്മറത്ത് ഒരു 12 വയസ്സുകാരി കുട്ടിനിൽപ്പുണ്ടായിരുന്നു. പഴയൊരുടുപ്പിട്ട് മെലിഞ്ഞൊരു പെൺകുട്ടി. അമ്മാവൻ്റെ സംരക്ഷണത്തിലാണ് അവളിപ്പോൾ ജീവിക്കുന്നത്. ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നെ കണ്ടപ്പോൾ എന്നെ അവൾ അത്ഭുതത്തോടെ നോക്കി.
ഞാൻ എൻ്റെ ബാഗിൽ നിന്നും ആ പഴയ മഞ്ഞ നിറം ബാധിച്ച കടലാസ് പുറത്തെടുത്തു. അതിൽ കുട്ടികളുടെ കൈപ്പടയിൽ വരച്ച വീടും അച്ഛനും മോളും എന്ന എഴുത്തുമുണ്ടായിരുന്നു. ഇത് നിന്റെ അച്ഛൻ കൊടുത്തു വിട്ടതാ, ഞാൻ പതുക്കെ പറഞ്ഞു. ആ ചിത്രം കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ അത് വാങ്ങി നെഞ്ചോട് ചേർത്തു. അച്ഛൻ മരിച്ചു പോകുന്നതിന് മുമ്പ് ഞാൻ അച്ഛന് വരച്ചു കൊടുത്തതായത്. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിനുള്ളിലേക്ക് ഓടി. അവിടെ നിന്നിരുന്ന അവളുടെ ബന്ധുക്കൾക്ക് ഒന്നും മനസ്സിലായിരുന്നില്ല. അവർ എന്നെ ചോദ്യഭാവത്തിൽ നോക്കി. പക്ഷേ എനിക്ക് അധികം വിശദീകരിക്കാൻ തോന്നിയില്ല. ഞാൻ വന്ന ജോലി കഴിഞ്ഞു. എൻ്റെ മനസ്സിനകത്ത് വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ എനിക്ക് തോന്നി. തിരികെ നടക്കുമ്പോൾ ഞാൻ വെറുതെ എൻ്റെ വലത് കൈപ്പത്തിയിലേക്ക് നോക്കി. അവിടെ ഉണ്ടായിരുന്ന ആ നീലനിറം പൂർണ്ണമായും മാഞ്ഞു പോയിരുന്നു. ആ തണുപ്പും വിറയിലും എന്നെ എന്നേക്കുമായി വിട്ടുപോയി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഞാനിപ്പോൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ആ സംഭവത്തിന് ശേഷം എനിക്ക് വിചിത്രമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുമാരേട്ടൻ്റെ ആത്മാവിന് ശാന്തി ലഭിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഒക്ടോബർ മാസത്തിൽ തണുത്ത കാറ്റ് വീശുമ്പോഴും പാതിരാത്രിയിൽ മഴ തകർത്ത് പെയ്യുമ്പോഴും ഞാനറിയാതെ എൻ്റെ വലത് കൈയൊന്ന് തിരുമ്മിപ്പോകും. ഇരുട്ടിൽ എവിടെയെങ്കിലും ഒരു റെയിൻകോട്ടിട്ട രൂപം എന്നോട് തീപ്പെട്ടി ചോദിച്ച് വരുമോ എന്നൊരു ചെറിയ ഭയം ഇപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്.